കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലോകത്ത് പ്രത്യേകിച്ചും ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ഐക്യവും ഒരു പുത്തൻ ഉണർവും കണ്ടപ്പോൾ ബ്രിട്ടൻ ഒന്ന് പേടിച്ചു. ബ്രിട്ടൻ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അറേബ്യ സമൂഹം എന്നുള്ള നിലയ്ക്ക് സൗദി അറേബ്യയും അതുപോലെ തന്നെ പഴയകാല ഉസ്മാനിയ ഖിലാഫത്തും എല്ലാം ഒരുമിച്ച് ചേർന്ന് ചില ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ, ഒരു നീക്കമൊക്കെ നടത്തിയപ്പോൾ ബ്രിട്ടന്റെ പല പ്രദേശങ്ങളും പിടിച്ചു. ബ്രിട്ടൻ ഒന്ന് വിറച്ചുപോയി, പേടിച്ചുപോയി ശരിക്കും. ആ സമയത്താണ് പെട്ടെന്ന് തന്ത്രപരമായ നീക്കം നടത്തുന്നത്. കാരണം ഇവരിപ്പോൾ ഖുർആനിലാണ് ഉള്ളത്, ഖുർആനിൽ നിന്ന് ഇവരൊന്നും മാറ്റണമല്ലോ. അതിനുവേണ്ടി സൗദിയിലെ അന്നത്തെ രാജാവായ ഷരീഫ് ഹുസൈൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ജോർദാനും തരാം, ഫലസ്തീനും തരാം, നിങ്ങൾ ഞങ്ങളോട് നിൽക്കാവോ, ഐക്യത്തിൽ നിന്ന് ഒന്ന് പിന്മാറാവോ എന്ന് ചോദിച്ച ഉടനെ ഷരീഫ് ഹുസൈൻ എന്ത് ചെയ്തു? ഭൗതിക താല്പര്യം ഉണ്ടായി. അപ്പോൾ തന്നെ ചാടി എന്ത് ചെയ്തു? ആ തുർക്കി ഖിലാഫത്തിനെതിരായി പ്രവർത്തിക്കുകയും അങ്ങനെ ബ്രിട്ടനോടൊപ്പം തുർക്കി ഖിലാഫത്തിനെതിരായി യുദ്ധം ചെയ്യാൻ തയ്യാറാകും ചരിത്രമാണ്. ആ ഒരൊറ്റ സംഭവത്തോടു കൂടി മാത്രമാണ് ഫലസ്തീൻ മറുഭാഗത്തേക്ക് എത്തിപ്പെട്ടതും ബ്രിട്ടന്റെ കയ്യിൽ അകപ്പെട്ടതും. അങ്ങനെ ബ്രിട്ടൻ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന ഫിത്തനകൾക്കും വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുത്തതും അന്നത്തെ ബ്രിട്ടന്റെ താല്പര്യമാണ്. അപ്പൊ ഇതിന് കാരണക്കാരായത് അവസരം വെച്ചു കൊടുത്ത മുസ്ലിം തന്നെയാണ്. അപ്പൊ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ചരിത്രപരമായ കാരണം മുസ്ലിം തന്നെയാണ്. നമ്മളിന്നിപ്പോ ബാക്കിയുള്ളവരെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റപ്പെടുത്തലൊന്നും അവസാനിപ്പിച്ചിട്ട് കാര്യഗൗരവമായ ചർച്ചയിലേക്ക് നമ്മൾ വിശുദ്ധ ഖുർആനെ മുൻനിർത്ത്. നമ്മളുടെ അപജയം എന്തായിരുന്നു, പരാജയം എന്താണ്, അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കാം. അല്ലാതെ വലിയ കുറെ പത്രമാധ്യമങ്ങളും വായിച്ചു, അവിടെ നിന്നുള്ള കുറെ റിപ്പോർട്ടും കേട്ടു, ഇവിടെ നിന്നുള്ള CNN നോക്കി, അവരെന്ത് ചെയ്തു, അങ്ങനെയുള്ള കുറെ BBC നോക്കി ഇത് വലിയ ചരിത്രവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് ചർച്ച ചെയ്യണം എന്നുള്ള വിഷയത്തിൽ മുൻകൂട്ടി തീരുമാനം എടുക്കപ്പെടുന്ന മാധ്യമ ലോകത്ത് അവരത്തരം വാർത്തകളാണ് നമുക്ക് വേണ്ടി സ്വയം സൃഷ്ടിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശരീഅത്തും കൽപ്പനകളൊക്കെ മാറ്റിവെച്ചു. ബാക്കി വിവരമില്ലാത്തവരുടെയൊക്കെ അഭിപ്രായങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ തിക്തഫലമാണ് ഇന്നത്തെ മുസ്ലിം ലോകം. സിറിയ, ഫലസ്തീൻ, ഈജിപ്ത് അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള